നമസ്കാരം. നമസ്തേ. പ്രൊജക്ട് കുശ ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ഇന്ത്യ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേഷനാണ് ഈ പ്രൊജക്ട് കുശ എന്ന് പറയുന്നത്. ഇതിപ്പം ഈ പ്രതിരോധ മേഖല എന്ന് പറയുമ്പോൾ നമുക്ക് നിലവിലുള്ള റഷ്യയുമായുള്ള S-400 മറ്റ് കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, അതായത് മിസൈലുകളെയും ഡ്രോണുകളെയും അതുപോലെ ശത്രു വിമാനങ്ങളെയും ആക്രമണ ഹെലികോപ്റ്ററുകളെയും ഒക്കെ തടുക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ന് യുദ്ധത്തിലെ ജയപരാജയങ്ങളുടെ വിഷയത്തിലും യുദ്ധത്തിലെ നാശനഷ്ടങ്ങളുടെ വിഷയത്തിലും നിർണായകമാണ്. കാരണം നല്ല വ്യോമ പ്രതിരോധ സംവിധാനം അത് ഒരു യുദ്ധവിജയത്തിന് അനിവാര്യമാണ്. ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ S-400 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായിരുന്നു. S-400 മാത്രമായിരുന്നില്ല, പാകിസ്ഥാന്റെ മിസൈലുകളൊന്നും തന്നെ കാര്യമായ നാശനഷ്ടങ്ങളും ഇന്ത്യയുടെ ഒരു വ്യോമത്താവളത്തിലോ ഒരു സൈനിക താവളത്തിലോ ഉണ്ടാക്കിയിട്ടില്ല. അവർ അങ്ങനെയുള്ള ഒരുപാട് അവകാശവാദങ്ങളൊക്കെ പാകിസ്ഥാൻ ഉന്നയിച്ചെങ്കിലും അതെല്ലാം തന്നെ ശുദ്ധ തെറ്റാണെന്ന് ഇന്ന് പുറത്തു വന്നു. ഇന്ന് അങ്ങനെയൊന്നും നമുക്ക് കള്ളം പറയാൻ പറ്റില്ല. കാരണം എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകൾ കൃത്യമായിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കും. നാശനഷ്ടങ്ങളുടെ ഒരു മീറ്റർ വരെ റെസൊല്യൂഷനുള്ള അല്ലെ അതിൽ താഴെയുള്ള ചെറിയ സാധനങ്ങൾ പോലും നശിപ്പിച്ചോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും. ഇതിൽ ഇന്ത്യയെ സഹായിച്ചത് 3 വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ്. അതായത് ലെയേർഡ് ഡിഫൻസ് എന്ന് പറയാം അതിന്. ഒന്നാമത്തേത് S-400, രണ്ടാമത്തേത് ബറാക്ക് 8, മൂന്നാമത്തേത് ആകാശ്. ഇങ്ങനെ 3 സെപ്പറേറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ. അതായത് S-400 അത് ഏതാണ്ട് 400 കിലോമീറ്റർ മുമ്പ് തന്നെ അത് സ്വാഭാവികമായിട്ടും S-400ന്റെ റേഞ്ച് 400 കിലോമീറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു. ഇത്രയും ദൂരത്ത് നിന്ന് വരുന്ന ഒരു മിസൈല്, ആ മിസൈല് പ്രതിരോധിക്കാൻ അവിടെ വെച്ച് S-400 തടുക്കും. ഇനി S-400ന്റെ പ്രതിരോധവും കവച്ചു വെച്ച് അത് മുന്നോട്ട് വരികയാണെങ്കിൽ, അങ്ങനെയെങ്കിൽ 250 കിലോമീറ്റർ റേഞ്ച് ഒരു പരിധിയുള്ള ആ പരിധിയിൽ വെച്ചിട്ട് ബറാക്ക് 8-ൽ നിന്നും പോകുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകൾ അവിടെ വെച്ച് ഇതിനെ നേരിടും. അവിടുന്നും അതിനെയൊക്കെ വെട്ടിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ ആകാശ് എന്ന പ്രതിരോധ സംവിധാനം അത് 70 തൊട്ട് 150 കിലോമീറ്റർ വരെയുള്ള ഒരു ദൂരത്തിൽ, ഇങ്ങനെ പല തട്ടുകളിലായിട്ട് ഒരു ശത്രുവിൻ്റെ വിമാനങ്ങളാകട്ടെ ശത്രുവിൻ്റെ മിസൈലുകളാകട്ടെ പല തട്ടുകളിലായിട്ടുള്ള ഈ സംവിധാനം ഇന്ത്യക്ക് വലിയ പ്രയോജനം ചെയ്യും. പക്ഷെ അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് യുദ്ധവിജയം എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർസെപ്റ്ററുകളുടെയും മിസൈലുകളുടെയും മാത്രം ശക്തിയല്ല. അത് യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ അതിൻ്റെ വാർ ഇക്കോണമി ഉണ്ട്. അതായത് നമ്മുടെ ഒരു ഇന്റർസെപ്റ്ററിന് അവരയക്കുന്ന മിസൈലിനേക്കാൾ ചെലവ് കൂടുതലാണെങ്കിൽ അവരുടെ മിസൈൽ നമ്മൾ തകർത്തു നമ്മുടെ ഭൗതികമായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കിയെങ്കിലും സാമ്പത്തികമായിട്ട് നമ്മൾ തകരും. കാരണം ഇപ്പൊ 40 കോടി രൂപ 50 കോടി രൂപ ചെലവ് വരുന്ന ഒരു മിസൈൽ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയക്കുന്നു. ഇന്ത്യ അത് തടുക്കുന്നത് 70 കോടി രൂപ ചെലവ് വരുന്ന ഒരു മിസൈൽ കൊണ്ടാണെങ്കിൽ ഇന്ത്യക്ക് നഷ്ടമല്ലേ? 20 കോടി രൂപ നമുക്ക് നഷ്ടമായി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്റർസെപ്റ്റർ മിസൈലുകൾക്ക് അവരുടെ അറ്റാക്കിംഗ് മിസൈലുകളെക്കാൾ ചെലവ് കുറയണം. ദൗർഭാഗ്യവശാൽ S-400 ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് നല്ല ചെലവ് തന്നെ. ഇവിടെയാണ് ഇന്ത്യ സ്വന്തമായിട്ട് പ്രോജക്റ്റ് കുഷ എന്ന ഒരു സംവിധാനം രൂപപ്പെടുത്തിയത്. ഈ പ്രോജക്റ്റ് കുഷ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന ഇന്റർസെപ്റ്റർ മിസൈലുകളും മൊത്തം സിസ്റ്റവും തദ്ദേശീയമാണ്. അതിനോടനുബന്ധിച്ചുള്ള റഡാർ, എയ്സാർ റഡാർ, അതായത് ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് അറേ റഡാറുകൾ, ഇന്റർസെപ്റ്റർ മിസൈലുകൾ, ഇതൊക്കെ തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന. ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞു 3 തട്ടുകളായിട്ടായിരുന്നു നമ്മുടെ ഈ മിസൈൽ പ്രതിരോധ സംവിധാനം. അതായത് 400 കിലോമീറ്റർ പോലുള്ള ദീർഘദൂര ലോങ് റേഞ്ചിൽ വെച്ചിട്ട് ഇവിടെ പ്രതിരോധിക്കുന്നത് S-400 ആണെങ്കിൽ, മീഡിയം റേഞ്ചിൽ വെച്ചിട്ട് പ്രതിരോധിക്കുന്നത് ബറാക്ക് 8, ഷോർട്ട് റേഞ്ചിൽ വെച്ച് ആകാശ്. പക്ഷേ ഇത് 3ഉം കൂടി സംയോജിപ്പിച്ചിട്ടുള്ളതാണ് കുഷ. കുഷയ്ക്ക് 3 തരത്തിലുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകളും ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അത് ഒരു വലിയ നേട്ടമാണ്. അതായത് 400 കിലോമീറ്റർ പരിധി വരുമ്പോഴും കുഷയുടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്റർസെപ്റ്റർ മിസൈലാണ്. അതിന് M1, M2, M3 ഇന്റർസെപ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഈ M3 ഇന്റർസെപ്റ്റേഴ്സ് 350 മുതൽ 400 കിലോമീറ്റർ വരെ
സ്ട്രാറ്റജിക് ബോംബറുകൾ. അതുപോലെ തന്നെ ഈ M3-ക്കുള്ള ഒരു പ്രത്യേകത, വരാനിരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകളെ നേരിടാനും ഈ M3-ക്ക് കഴിയും. അതാണ് M3-യുടെ പ്രത്യേകത. ഹൈപ്പർസോണിക് മിസൈലുകളെ S-400-നും നേരിടാൻ പറ്റില്ല. പക്ഷേ M3 ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതിന് പറ്റും. M2 എന്ന് പറയുന്ന കുഷയുടെ ഭാഗമായിട്ടുള്ള മിസൈൽ 250 കിലോമീറ്റർ റേഞ്ചിനുള്ളിൽ, അതായത് ഒരു സിസ്റ്റത്തിൽ നിന്ന് തന്നെ ആ സിസ്റ്റത്തിന്റെ 400 കിലോമീറ്റർ പരിധി ഭേദിച്ചു വരുന്ന ഒരു മിസൈലിനെ M2 എന്ന് പറയുന്ന അതേ സിസ്റ്റത്തിന്റെ മറ്റൊരു ഇന്റർസെപ്റ്റർ നേരിടും. മുഖ്യമായിട്ടും ഇത് ഉദ്ദേശിക്കുന്നത് എയർബോൺ ഹൈ വാല്യൂ എയർബോൺ ടാർഗറ്റുകളെയാണ്. അതായത് വിമാനങ്ങൾ, F-15 പോലൊക്കെ, F-16 പോലൊക്കെയുള്ള, അല്ലെങ്കിൽ F-35 പോലുള്ള യുദ്ധവിമാനങ്ങൾ, അതുപോലെ ബലിസ്റ്റിക് മിസൈലുകളെയും ഈ M2 മിസൈലിനെ ഇന്റർസെപ്റ്ററിന് നേരിടാൻ പറ്റും. ഇനി ഏറ്റവും താഴെ തട്ടിലുള്ളത് M1 ആണ്. അതിന് ഡ്രോണുകൾ, മിസൈലുകൾ, സ്റ്റെൽത്ത് ഫൈറ്റേഴ്സ് തുടങ്ങിയ എല്ലാത്തിനെയും നേരിടാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരേ സിസ്റ്റത്തിൽ നിന്നും 3 തട്ടുകളായിട്ടുള്ള സംവിധാനം, അത് കുറച്ചുകൂടെ പ്രയോജനപ്രദമാണ്. നമ്മൾ മറ്റേത് 3ഉം തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അത് ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ, പക്ഷേ ഇവിടെ ഒറ്റ സിസ്റ്റം തന്നെ 3 തരത്തിലുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകളും ഉണ്ടാവും. അത് മാത്രമല്ല, നിലവിലുള്ള നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായിട്ട് വളരെ ഈസി ആയിട്ട് ലിങ്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ സോഴ്സ് കോഡ് നമ്മുടേതാണ്, നമ്മൾ തന്നെ നിർമ്മിക്കുന്നതാണ്. സോഫ്റ്റ്വെയർ നമ്മുടേതാണ്. ഒരുപക്ഷെ ലോകത്തിലെ ആദ്യത്തേതാ ഇങ്ങനെ ലെയേർഡ് ഡിഫൻസ് ഒരേ സിസ്റ്റത്തിൽ നിന്നും വരുന്ന ആദ്യത്തേതായിരിക്കും ഈ നമ്മളിപ്പോൾ പറയുന്ന ഇന്ത്യയുടെ കുഷ. ഇവിടെ ഒരു ചോദ്യം വരും, ഈ S-400-നെയും അതുപോലെ തന്നെ അമേരിക്കയുടെ താഡ് എന്ന് പറയുന്ന സിസ്റ്റത്തിനെയും ഇസ്രയേലിൻ്റെ അയൺ ഡോമിനെയും ഒക്കെ ആയിട്ട് ഇതെങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? ഇതിന് കമ്പയർ ചെയ്യാൻ യഥാർത്ഥത്തിൽ S-400-നോ മാത്രമേ ഉള്ളൂ. കാരണം താഡ് എന്ന് പറയുന്നത് ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ആണ്, BMD എന്ന് പറയുന്ന സംവിധാനമാണ്. താഡിന് ക്രൂയിസ് മിസൈലുകളെയോ ഡ്രോണുകളെയോ നേരിടാൻ പറ്റില്ല. അതാണ് ഈ കഴിഞ്ഞ ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയുടെ താഡ് അബുദാബിയിലുണ്ടായിരുന്നു, ഖത്തറിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ ജോർഡാനിലുണ്ടായിരുന്നു. 3 നശിപ്പിക്കപ്പെട്ടു. അതിൻ്റെ കാരണം അത് ബാലിസ്റ്റിക് മിസൈലുകൾക്ക് നേരെ ഇഫക്റ്റീവാണ്, പക്ഷെ അത് ക്രൂയിസ് മിസൈലുകൾക്കോ ഡ്രോണുകൾക്കോ നേരെ ഇഫക്റ്റീവ് അല്ല. അപ്പോൾ താടിനേക്കാൾ അക്കാര്യത്തിലൊക്കെ സ്വാഭാവികമായിട്ടും കുഷ മികച്ചതാണ് എന്നുള്ളത് അർത്ഥശങ്കയ്ക്കില്ലാതെ ഇടയില്ലാതെ വിധം നമുക്ക് പറയാം. ഇനി അയൺ ഡോമിനെ കുറിച്ച് നോക്കാം. അയൺ ഡോം യഥാർത്ഥത്തിൽ ഈ വളരെ ചെറിയ ഡിസ്റ്റൻസിലാണ് പ്രതിരോധിക്കുന്നത്. ഒരു 70 തൊട്ട് 100 കിലോമീറ്റർ വരെയാണ് അയൺ ഡോമിൻ്റെ ഇന്റർസെപ്റ്ററിൻ്റെ റേഞ്ച്. പക്ഷേ അമേരിക്ക ഇപ്പോൾ പുതുതായിട്ട് ഒരു സിസ്റ്റം പ്ലാൻ ചെയ്യുന്നുണ്ട്, ഗോൾഡൻ ഡോം എന്ന് പറഞ്ഞിട്ട്. ആ ഗോൾഡൻ ഡോം കുറച്ചുകൂടെ ആധുനികമാണ്. അതായത് അത് ആകാശത്തും, അതായത് സ്പേസിലുള്ള സാറ്റലൈറ്റ് ഇതുമായിട്ട് സിങ്ക് ചെയ്ത് സ്പേസിൽ നിന്നും ഇന്റർസെപ്റ്ററുകൾ വരും. അപ്പോൾ അത് അതിൻ്റെ അടുത്ത ഘട്ടമാണ്. ഇന്ത്യയുടെ ഈ പ്രോജക്റ്റ് കുഷ ഇവിടെ തീരുന്നില്ല. അപ്പോൾ നമ്മളും അടുത്ത ഘട്ടത്തിൽ ആകാശത്ത് സ്ഥാപിച്ചിരിക്കുന്ന നമ്മുടെ സംവിധാനങ്ങളിൽ നിന്നും മിസൈലുകളെ, ഇന്റർസെപ്റ്റർ മിസൈലുകൾ അയക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മളും എത്തും. പക്ഷെ തൽക്കാലം പ്രോജക്റ്റ് കുഷ ഇപ്പോൾ ലോകത്ത് നമ്മൾ നിർമ്മാണത്തിലിരിക്കുന്നതോ ഓപ്പറേഷനിലായിട്ടുള്ളതോ ആയ മറ്റ് സിസ്റ്റത്തിനേക്കാൾ ഏറ്റവും മികച്ചതാണെന്ന് ഞാൻ പറയും. ഗോൾഡൻ ഡോം നിർമ്മാണം തുടങ്ങിയിട്ട് പോലുമില്ല, ഐഡിയയുടെ സ്റ്റേജിലാണ് അമേരിക്കയുടെ. പക്ഷേ നമ്മുടെ പ്രോജക്റ്റ് കുഷ അതിൻ്റെ പല ഘട്ടങ്ങളും നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു. 2028 തൊട്ട് ഇത് ആർമിക്ക് എയർഫോഴ്സിന് ഡെലിവറി ചെയ്യപ്പെടും എന്നാണ് കണക്കാക്കുന്നത്. 2028-2030 ഇത് ഓപ്പറേഷണലൈസ് ചെയ്യപ്പെടും. അതിനുശേഷം നമ്മൾ മറ്റൊരു ഇതിൻ്റെ അപ്ഗ്രേഡിലേക്ക് കിടക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, നിലവിലുള്ള പല വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെക്കാളും ഇതിന് പലതരത്തിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ ഇത് അതിനേക്കാൾ എല്ലാം മെച്ചമാണെന്ന് പറയാനുള്ള അത്ര ഒരു സാങ്കേതിക അറിവ് അല്ലെങ്കിൽ യുദ്ധരംഗത്ത് പ്രവർത്തിച്ചൊന്നും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ഒരു അവകാശവാദം ഉന്നയിക്കില്ല. പക്ഷെ നിശ്ചയമായിട്ടും ലോകത്തിൽ നിലവിലുള്ള ഏതൊരു വ്യോമ പ്രതിരോധ സംവിധാനത്തെയും, അല്ലെങ്കിൽ മിസൈലോ അതോ വിമാന പ്രതിരോധ സംവിധാനം, അല്ലെങ്കിൽ ഡ്രോൺ പ്രതിരോധ സംവിധാനം ഒക്കെ നോക്കുമ്പോൾ ഇതെല്ലാം ഒറ്റ സിസ്റ്റത്തിൽ സംയോജിപ്പിക്കുന്ന വിവിധ റേഞ്ചുകളിലുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകളുള്ള അതീവ ആധുനിക സംവിധാനം തന്നെയാണ് പ്രോജക്റ്റ് കുഷ. ഇത് മറ്റാരേക്കാളും പിന്നിലല്ല എന്നുള്ളത് നമുക്ക് ധൈര്യമായിട്ട് തന്നെ പറയാം.
ഇത് എന്തായാലും ശരി, ഇതിന്റെ നിർമ്മാണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇതിൽ ഇന്ത്യയുടെ സ്വകാര്യ മേഖലയും പങ്കാളികളാണ്. പണ്ടൊക്കെ നമ്മുടെ ഒരു പ്രതിസന്ധി നമ്മുടെ പൊതുമേഖല മാത്രമായിരിക്കും ഇത്തരം. ഇപ്പം പൊതുമേഖല ഇതിലുണ്ട്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അല്ലെങ്കിൽ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, ഇവരൊക്കെ തന്നെ ഇതിൽ പങ്കാളികളാണ്. DRDO ആണ് ടെക്നോളജി വികസിപ്പിച്ചെടുത്തത്. പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പം സ്വകാര്യ മേഖലയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു കമ്പനിയുടെ പേര് പറയുകയാണ്, പൂനെ ആസ്ഥാനമായിട്ടുള്ള സോളാർ ഡിഫൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. അപ്പോൾ ആ സോളാർ ഇൻഡസ്ട്രീസ് അവരാണ് ഇതിൻ്റെ ഇന്റർസെപ്റ്ററിന്റെ റോക്കറ്റ് എഞ്ചിനുകൾ, അവർ നിരന്തരം റോക്കറ്റ് എഞ്ചിനുകൾ, അതായത് മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ നിർമ്മിക്കുന്ന, വളരെ വിജയകരമായിട്ട് നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമാണ്. അവരോടാണ് ഭാഗികമായിട്ട് നമ്മുടെ പല MBRL ഇന്ത്യയുടെ കൈവശമുള്ള പിനാക ഒക്കെ അവരോടാണ് അതിൻ്റെ റോക്കറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നത്. അപ്പോൾ അങ്ങനെ പരിചയസമ്പന്നുള്ള അങ്ങനെ ഒരു സ്വകാര്യ സ്ഥാപനം അവരുടെ പാർട്ട് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ M3 ഇന്റർസെപ്റ്ററിൻ്റെയും പണി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് കാലതാമസമൊന്നും അധികമില്ലാതെ വളരെ കൃത്യമായ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ ഇന്ത്യയുടെ മിലിറ്ററിയുടെ ഭാഗമാകും. ഇതിന് തീർച്ചയായിട്ടും നമ്മുടെ സർക്കാരും അതുപോലെ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഇന്ത്യയുടെ DRDOയും ഒക്കെ അഭിനന്ദനം അർഹിക്കുന്നു എന്ന് തന്നെ ഞാൻ പറയും. കാരണം വ്യോമപ്രതിരോധ സംവിധാനം, ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം വളരെ മികച്ചതാണ് എന്നുള്ള അഭിപ്രായം ഇന്ന് ലോകമെമ്പാടുമുണ്ട്. കാരണം ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനം ആവശ്യപ്പെട്ടുകൊണ്ട് സൈപ്രസ് ഇവിടെ എത്തി. സൈപ്രസ് ഇന്ത്യയുടെ ബ്രഹ്മോസും ആകാശും പിനാകയും 3 ആയുധങ്ങളാണ് അവർ ആവശ്യപ്പെടുന്നത്. തുർക്കി പോലൊരു രാജ്യം പരിഭ്രാന്തമായിട്ട് ഇന്ത്യ മെഡിറ്ററേനിയനിലെ ശാക്തിക സമതുലിതാവസ്ഥ തകർക്കുകയാണ് എന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണം തന്നെ മതി ഈ ആയുധങ്ങളുടെ വാലിഡിറ്റി അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഉറപ്പാക്കാനായിട്ട്. ഇത് നമുക്ക് 100% ഇന്ന് ലോകത്തിൽ ഈ ആകാശ് മിസൈൽ സിസ്റ്റത്തിന്, വ്യോമപ്രതിരോധ സംവിധാനത്തിന് ഒരുപാട് ആവശ്യക്കാരുണ്ട്. ബ്രഹ്മോസ് കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ആവശ്യക്കാർ വരുന്നത് ആകാശിനും അതുപോലെ പിനാകയ്ക്കുമാണ്. ഇങ്ങനെയുള്ള ഈ റോക്കറ്റ് ടെക്നോളജിയിൽ, അതായത് മിസൈൽ ടെക്നോളജിയിൽ ഇന്ത്യ വളരെ മുന്നിലെത്തിയിട്ടുണ്ട്. അത് നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന APJ അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഒരു പ്രതിഫലനമാണ്, അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണെന്ന് ഞാൻ പറയും. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഈ ഒരു കുശ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ S-400 പോലെ തന്നെ അത്ര തന്നെ കാര്യക്ഷമമായ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം. S-400 മുഖ്യമായിട്ടും നമ്മുടെ പാകിസ്ഥാൻ അതിർത്തികളിലും അല്ലെങ്കിൽ ചൈനീസ് അതിർത്തികളിലും ഒക്കെയാണ്. പക്ഷെ തെക്കേ ഇന്ത്യയിൽ മിസൈൽ പ്രതിരോധ സംവിധാനമില്ല. നമ്മൾ വൾണറബിൾ ആണ്. ബോംബെക്ക് തെക്കോട്ട് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ ആവശ്യമുണ്ട്. പാകിസ്ഥാൻ വരും കാലങ്ങളിൽ ഇവിടെ പ്രതിരോധ സംവിധാനങ്ങൾ കുറവാണെന്ന് കണ്ടുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തെ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ചൈനീസ് മിസൈലുകൾ ഇവിടം വരെ എത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ തെക്കേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വൈറ്റൽ കീ ഇൻസ്റ്റലേഷൻസിന് പ്രതിരോധമൊരുക്കാൻ ഈ പ്രോജക്റ്റ് കുഷ നിശ്ചയമായിട്ടും സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം.